കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ശരിക്കും പറഞ്ഞാൽ അതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് ഫലമേ അല്ലായിരുന്നു. ഒരു രാഷ്ട്രീയ ഭൂകമ്പമെന്ന് തന്നെ പറയാം. അപ്പോ ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അപ്രതീക്ഷിത മാറ്റത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും ഇനി മുന്നോട്ട് എന്ത് സംഭവിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. വോട്ട് പെട്ടി തുറന്നപ്പോഴുണ്ടല്ലോ, സംഗതി വളരെ ക്ലിയർ ആയിരുന്നു. കേരളത്തിലെ വോട്ടർമാർ ഭരണമുന്നണിയുടെ പ്രചാരണ കോലാഹലങ്ങളൊക്കെ കേട്ട് മടുത്തു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അവരൊരു വ്യക്തമായ മറുപടിയാണ് നൽകിയത്. അപ്പോ ഈ പറഞ്ഞ രാഷ്ട്രീയ ഭൂകമ്പം, അതിന്റെ പ്രധാന ചലനങ്ങൾ എന്തൊക്കെയായിരുന്നു? ശരി, നമുക്ക് ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പൊ കണ്ടില്ലേ, ഇതൊരു ചെറിയ മാറ്റമൊന്നുമായിരുന്നില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു ഗംഭീര തിരിച്ചുവരവായിരുന്നു. അതേസമയം ഭരണത്തിലുണ്ടായിരുന്ന LDF-ന് കിട്ടിയത് കനത്തൊരു പ്രഹരവും. ഇതിനിടയിൽ BJP കേരള രാഷ്ട്രീയത്തിലെ അവരുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചു. നമുക്കിതിലെ ഓരോന്നും എടുത്ത് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ശരി, ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യത്തിലേക്ക് വരാം. അതായത്, സ്വന്തം പ്രതീക്ഷകളെ പോലും കടത്തിവെട്ടി UDF ഇങ്ങനൊരു വിജയം സ്വന്തമാക്കിയത് എങ്ങനെയാണ്? എന്തായിരുന്നു അവരുടെ വിജയ ഫോർമുല? ഈ വിജയം വെറുതെ അങ്ങ് സംഭവിച്ചതല്ല. പിന്നിലൊരു കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. VD സതീശന്റെ നേതൃത്വത്തിൽ UDF വളരെ ചിട്ടയായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ, പിന്നെ സ്വർണ്ണക്കടത്ത് കേസ് പോലുള്ള വിവാദങ്ങൾ, ഇതിലൊക്കെ തന്നെ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതായത്, ജനങ്ങൾക്കിടയിൽ അന്ന് പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടല്ലോ, അതിനെ UDF വളരെ സമർത്ഥമായിട്ട് വോട്ടാക്കി മാറ്റി. അവരുടെ ആ ഒരു ഫോക്കസ്ഡ് മെസ്സേജ് സംസ്ഥാനത്തുടനീളം ആളുകൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. അപ്പോ UDF-ന്റെ കാര്യം അങ്ങനെ. ഇനി മറുവശത്ത് LDF-ന് എവിടെയാണ് പിഴച്ചത്? അവർ ഉറപ്പായും വിജയിക്കുമെന്ന് കരുതിയ തന്ത്രങ്ങളൊക്കെ എങ്ങനെയാണ് അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായി മാറിയത്? നമുക്കൊന്ന് നോക്കാം. അതായത്, തങ്ങളുടെ ഭരണനേട്ടങ്ങളൊക്കെ ഉയർത്തിക്കാട്ടുന്നതിന് പകരം LDF ഒരു ടാക്ടിക്സ് മാറ്റിപ്പിടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു രക്ഷകന്റെ റോളിൽ അവതരിപ്പിച്ചു. എന്നിട്ടോ ചർച്ചകളെ വർഗീയ രാഷ്ട്രീയത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ടു. വോട്ടർമാരെ ഭിന്നിപ്പിക്കുക എന്നതായിരുന്നു ഇതിനു പിന്നിലെ ലക്ഷ്യം എന്നാണ് ഈ വിശകലനം പറയുന്നത്. പക്ഷേ ഈ തന്ത്രം അവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറി. കാരണം തങ്ങളുടെ ഒരു പ്രധാന വോട്ട് ബാങ്കായ മുസ്ലിം സമുദായം അവരെ ഈ നീക്കം LDF-ൽ നിന്നകറ്റി. പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടിയുമായി UDF ഉണ്ടാക്കിയ സഖ്യത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചാരണമുണ്ടല്ലോ, അത് വലിയ രീതിയിൽ ദോഷം ചെയ്തു. അപ്പോ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നേട്ടമുണ്ടാക്കിയത് UDF മാത്രമായിരുന്നില്ല. ഈ അവസരം മുതലെടുത്ത് BJP-യും ചില തന്ത്രപരമായ മുന്നേറ്റങ്ങൾ നടത്തി. അവരുടെ ഏറ്റവും വലിയ നേട്ടമെന്നു പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതാണ്. അത് ശരിക്കും പാർട്ടിയുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ കൂട്ടുന്നൊരു വിജയമായിരുന്നു. പക്ഷെ ചോദ്യം ഇതാണ്, ഇത്രയും നിർണായകമായ ഒരു വിജയം അവർക്കെങ്ങനെ നേടാൻ കഴിഞ്ഞു? ഈ വിശകലനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണ് BJP-യുടെ നേട്ടങ്ങൾക്ക് ശരിക്കും വഴിയൊരുക്കിയത് എന്നാണ്. അതായത്, ഇവ രണ്ടും തമ്മിൽ നേരിട്ട് ഒരു ബന്ധമുണ്ടെന്ന് സാരം. ഇതാണ് ഈ വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത്, ഹിന്ദുത്വ വർഗീയതയെ നേരിടുന്നതിനു പകരം ഇടതുമുന്നണി തങ്ങളുടെ ആക്രമണത്തിന്റെ മുന തിരിച്ചത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് നേരെയായിരുന്നു. അതിന്റെ ഫലമെന്തായി? അവർ പോലും അറിയാതെ BJP-ക്ക് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കിക്കൊടുത്തു. അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തില് ഈയൊരു ഫലം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? ശരിക്കും ഇതൊരു മുന്നറിയിപ്പാണ്. കേരളത്തിന്റെ ആ ഒരു മതേതര സ്വഭാവം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ജനാധിപത്യ ശക്തികളും അവരുടെ സ്ട്രാറ്റജികൾ ഒന്നുകൂടി പുനഃപരിശോധിക്കണം എന്നുതന്നെയാണ് ഈ വിശകലനം ഓർമ്മിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരുപക്ഷേ കേരളത്തിന്റെ സാമൂഹിക ഘടനയ്ക്ക് തന്നെ വലിയ കോട്ടം തട്ടിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് വെറുമൊരു പ്രാദേശിക തിരഞ്ഞെടുപ്പായിരുന്നില്ല, മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ദിശാബോധം എങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ജനഹിത പരിശോധന കൂടിയായിരുന്നു ഇത്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റുമോ, അതോ ഇതൊരു താൽക്കാലികമായ മാറ്റം മാത്രമാണോ? എന്തായാലും വരും നാളുകൾ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകും.